ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുമായിരുന്നു, ഐബ്രോസ് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്, ഐബ്രോസിൻ്റെ ഗ്രോത്തിനും ബ്ലാക്ക് കളറിന് വേണ്ടിയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഐബ്രോസ് നല്ല കറുത്തിട്ട് നന്നായിട്ട് തിക്കായിട്ട്, അതായത് തീരെ ഐബ്രോസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു റെമഡി നിങ്ങൾ വീട്ടിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കറുപ്പും വരും, അതേപോലെ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കാണിക്കാൻ പോകുന്നത് ചെറുപ്പത്തിൽ എൻ്റെ വല്യമ്മച്ചിയൊക്കെ പറയുന്നത് അവർ ഇങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ ചെയ്ത് തന്നേക്കുന്നതെന്നാണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതോടെ ഒന്ന് പ്രസ് ചെയ്താലും ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ വേഗം തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു നാച്ചുറൽ റെമഡിക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ചിരട്ടയാണ് വേണ്ടത്. ഇത് ചിരട്ട ഞാൻ കരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് തീ പിടിച്ചിട്ട് കരിഞ്ഞിട്ടുണ്ടാവണം. അത് ഞാൻ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിങ്ങനെ നല്ല ഒരു പൊടിപ്പരുവത്തിൽ, തരി പോലത്തെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലും അതേപോലെ ഓൾമണ്ട് ഓയിലാണ്. കാസ്റ്റർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവണക്കണ്ണ, നമുക്കറിയാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ആവണക്കണ്ണ. പിന്നെ അതേപോലെ ഓൾമണ്ട് ഓയിലും നല്ലതാണ്. നമ്മുടെ ഫോളിക്കിൾസിനെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഓൾമണ്ട് ഓയിൽ. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഓൾറെഡി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കുറച്ച് മിക്സ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ ഈ തരി പോലത്തെ ചിരട്ടക്കരിയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഞാൻ ആ പാത്രത്തിൻ്റെ കീരെ നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ചൂട് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ചൂടുണ്ടാവണം. ചെറിയ ചൂടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കും. നമ്മുടെ ഫോളിക്കിൾസിലേക്ക് അത് കുറച്ചുകൂടെ വേഗം പോയിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. കണ്ടില്ല, ഒന്ന് ഞാനിവിടെ ബഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇയർ ബഡ്. പിന്നെ ഒന്ന് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയുള്ള സ്പൂലിയില്ല, അതായത് നമ്മുടെ ഈ മസ്കാരയൊക്കെ ഇടുന്നത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യുന്ന ബ്രഷാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് ഏതാണ് ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആദ്യം ഈ ഒരു സ്പൂലി വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് നല്ല രീതിയിലൊന്ന് ചീകി കൊടുക്കുവാണ്. ചുമ്മാതെ എൻ്റെ കയ്യിൽ ബ്രഷില്ല, അതായത് നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന ആ ഒരു ബ്രഷില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്പൂളി വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഇച്ചിരി പോർഷൻ നമ്മുടെ ബഡ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ചെറിയ ചൂടോടെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇത് നമ്മുടെ ബഡ് മേലൊക്കെ ആക്കി നിങ്ങൾക്ക് കാണാമായിരിക്കും. കണ്ടില്ലേ, ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. രാത്രിയിലാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, അപ്ലൈ ചെയ്താലും നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അത് പടരത്തില്ല. പുറത്ത് പോകുമ്പോൾ ഇനിയിപ്പോൾ പടർന്നാലോ, രാത്രി കിടക്കുമല്ലേ, അപ്പം ഈ ഒരു ഓയിൽ നമ്മുടെ ഐബ്രോസിലോട്ട് പിടിക്കുകയും ചെയ്യും, എല്ലാം പിടിക്കുകയും ചെയ്യും. ഇച്ചിരി പുറത്തോട്ട് ആയാലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടില്ല, ഞാൻ നന്നായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കറുപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യത്തില്ല ഐബ്രോസൊക്കെ, അപ്പം നമ്മുടെ ഐബ്രോസിന് എങ്ങനെയായിരിക്കും ആ ഒരു കളറ്, അതേപോലെ നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഐബ്രോസും കൂടെയുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ, തീരെ സ്പ്രെഡ് ആയിട്ടില്ല. കണ്ടില്ലേ, ആ ചിരട്ടക്കരിയുടെയൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നാച്ചുറലായിട്ട് കളറ് തരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ സ്പൂളി വെച്ച് ചെയ്യണമെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കുറച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, അപ്പം നല്ലൊരു ബ്ലാക്ക് കളറും കിട്ടി കമ്പാരിറ്റീവ്ലി ഈ ഒരു ഐബ്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ആ ഓയിലും ചെന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് പിടിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുക. പെട്ടെന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ പടരും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇതങ്ങോട്ട് പിടിക്കട്ടെ. നിങ്ങളുടെ എക്സ്ട്രാ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ
അതേപോലെ വളരെയെങ്കിലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കന്നെ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒന്നാണ് നമ്മുടെ ഐബ്രോസ് മുടിയൊക്കെ വളരാനായിട്ട്. പിന്നെ ഈ ഒരു ചെത്തക്കരി നല്ല രീതിയിൽ ബ്ലാക്ക് കളർ തരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഞാനിവിടെ ബ്രഷാണ് ഈ ഒരു ഐബ്രോസിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമുക്ക് അതേപോലെ സ്പൂണിൽ വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കുക അതിന് മുന്നേ. എന്നിട്ട് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കിടന്നുറങ്ങിയാൽ മതി. രാവിലെ എണ്ണിട്ട് നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മളിത് എങ്ങനെയാണ് ചെയ്തതെന്ന്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് 1 മന്തിൽ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളറ് എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.